അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. അതായത് നമുക്ക് പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണല്ലേ. ഓരോരുത്തർക്ക് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളുമാണുള്ളത്. അപ്പോൾ പുണ്യമാക്കപ്പെട്ട ഈ റമളാൻ മാസത്തിൽ നമ്മൾ അത്താഴത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ, അത് പ്രത്യേകമായിട്ടുള്ള ഒരു സമയമാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എണീറ്റിട്ട് വുളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് തട്ടിക്കളയില്ല. അങ്ങനെയുള്ളൊരു ടൈമാണ് അത്താഴത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നമുക്കൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഓരോ ഉദ്ദേശങ്ങളുണ്ടാവും, ഓരോ കാര്യങ്ങൾ എനിക്കൊന്ന് നടന്ന് കിട്ടാൻ, എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ട്, ആ പ്രയാസം ഒന്ന് റാഹത്തിലും സമാധാനത്തിലും ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിക്റുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നവരായിരിക്കും. അപ്പോൾ ഈ അത്താഴത്തിൻ്റെ ഒരു സമയം ഞാൻ പറഞ്ഞില്ലേ, ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ്. ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ അത്താഴത്തിൻ്റെ ഒരു ടൈമിലോ അല്ലെങ്കിൽ സുബഹിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം. ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളിരിക്കുക. എന്നിട്ട് എന്താക്കുക, തനിച്ചിരുന്നു കൊണ്ട്, ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് 1000 തവണയാണ് ഈ ദിക്ർ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത്. അതായത് ഈ ദിക്ർ ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, പ്രയാസങ്ങളാണോ, വിഷമങ്ങളാണോ, ഓരോ ബുദ്ധിമുട്ടുകൾ നീങ്ങാനാണോ, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല, ജോലി റെഡിയാവാനാണോ, വീടിൻ്റെ കാര്യത്തിന് ശരിയാവാൻ വേണ്ടിയിട്ടാണോ, മക്കളെ കാര്യത്തിന് ഇടങ്ങേറാണോ, ആ ഒരു കാര്യം റാഹത്താവാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ സകല പ്രയാസങ്ങളും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾ നിയ്യത്താക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മനസ്സിൽ അള്ളാഹുവിനോടൊന്ന് പറയാം, റബ്ബേ ഞാൻ ഈ ദിക്ർ ഞാൻ 1000 തവണ നിയ്യത്താക്കി ഈ ഇരുന്ന ഇരുപ്പിലിരുന്ന് ഞാൻ ചൊല്ലി തീർക്കുന്നുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. അതിലെന്തെങ്കിലും തെറ്റോ കുറ്റോ വന്നു പോകുന്നുണ്ടെങ്കിൽ നീ അത് പുറത്ത് മാപ്പാക്കി തരണേ. എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു വിഷമമുണ്ട്, ഇന്നാലിന്നൊരു കാര്യമുണ്ട് റബ്ബേ, ആ കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദിക്ർ ഞാൻ നിയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്നങ്ങോട്ട് നിയ്യത്താക്കുക. എന്നിട്ട് ചൊല്ലേണ്ട ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണത്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേറെ ഒരു ചിന്ത, അനാവശ്യമായിട്ടുള്ളൊരു ചിന്തയൊന്നും മനസ്സിൽ വിടാതെ അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് 1000 തവണ ഇത് ചൊല്ലിത്തീർക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ ദിക്ർ അത്താഴത്തിൻ്റെ ഒരു സമയത്ത് നിങ്ങൾ എണീക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇരുന്ന് ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാം. അല്ല, ഇനി ഞാൻ അത്താഴം കഴിച്ച് ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമല്ലോ, അല്ലെ ബാങ്ക് കൊടുക്കട്ടെ, കുറച്ചുകൂടി ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഉളു എടുത്തിട്ട് നമ്മൾ ഖുർആൻ ഓതും അല്ലേ, അങ്ങനെയൊക്കെ ഓതുന്ന ടൈം ഉണ്ടാവും നമുക്ക്. ആ ഒരു ടൈമിലായിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, അതായത് നമ്മൾ ഖുർആനൊക്കെ ഓതാൻ നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളുണ്ടാകും. നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി സ്ഥിരമായിട്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റാഹത്തുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമുണ്ട് എങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ചെല്ലാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ ഈ ഒരു ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ദിക്ർ നിയ്യത്താക്കി ചൊല്ലുന്നത്, എന്താവശ്യമാണോ നിങ്ങളെ മനസ്സിലുള്ളത്, എന്താഗ്രഹമാണോ, എന്തുദ്ദേശമാണോ നിങ്ങളെ മനസ്സിലുള്ളത്, അള്ളാഹു പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും. ഇൻഷാ അല്ലാഹ് ഒരു സംശയവും വേണ്ട. ഈ ചൊല്ലുന്ന സമയം ഏതാണെന്ന് ഓർക്കണം. നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ ശേഷമായിട്ടോ അത്താഴത്തിൻ്റെ മുന്നേയൊക്കെ ആയിട്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന് തന്നെ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അതോ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ്. അവസാനത്തെ 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മിൽ നിന്നും റമളാൻ വിട വാങ്ങാൻ വേണ്ടി. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിലേക്ക്
കഴിയുന്നത്ര ഇബാദത്ത് ചെയ്യുക. നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും ദാരിദ്ര്യം നീങ്ങാനും കടങ്ങൾ വീടാനും പ്രയാസം ബുദ്ധിമുട്ട് എല്ലാം നീങ്ങിയിട്ട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. നാളെ ഇൻഷാ അല്ലാ 27 രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടി ഒരുമിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നാളത്തെ രാവൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള രാവാണ്. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ടൈമാണ് ആ മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ. ആ ഒരു ടൈമിൽ ഇൻഷാ അല്ലാ ഞാനൊരു ദുആയും ദിക്റുകളൊക്കെ ആയിട്ട് നാളെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലാൻ നോക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തുകളൊക്കെ ചൊല്ലാം. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നത് പോലെ കുറച്ച് ദിക്റുകൾ കുറച്ച് സ്വലാത്തുകൾ ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹ് ദുആ തട്ടിക്കളയില്ല. നല്ലൊരു ദിവസങ്ങളാണ്. ഓരോരോ നിമിഷങ്ങളും നമ്മിൽ നിന്ന് ഓരോ മണിക്കൂറുകളും ഇങ്ങനെ കഴിഞ്ഞു പോവാണ് റമദാനിൽ. പെട്ടെന്ന് ഇപ്പോൾ ദിവസങ്ങൾ ഇപ്പോൾ 2-3-4 ദിവസമേ ഉള്ളൂ. അതൊക്കെ കണ്ണ് ചുമ്പി എണീക്കുമ്പോഴേക്കും ഈ ദിവസം പെട്ടെന്നായിരിക്കും പോവുക. അതുകൊണ്ട് ധാരാളമായിട്ട് ഖുർആൻ ഓതുക. അള്ളാഹുവിലേക്ക് ഖുർആൻ ധാരാളമായിട്ട് ഓതുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ തഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 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 യാ ഹയ്യു യാ ഖയ്യൂം. 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 യാ ഹയ്യു യാ ഖയ്യൂം.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇനി ഇൻഷാ അല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് നമുക്ക് 11 ഇൻഷാ അല്ലാഹ് ഓതാം. ഒരു ഖുർആൻ ഖത്തം തീർത്ത പുണ്യമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അതിന് നമുക്ക് കിട്ടുക. ഇൻഷാ അല്ലാഹ് 11 ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമും ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. സലാത്ത് ചൊല്ലട്ടെ. ഒരു 11 സലാത്തുൽ ഫാത്തിഹയാണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ്
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. شيخنا شيخ مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. رفاعي شيخ തങ്ങളെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബദരീങ്ങളെ അസ്സലാമു അലൈക്കും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സലാത്തുകൾ, ഖുർആനിലെ സൂറത്തുകൾ ഇനി സ്വീകരിക്കണേ അല്ലാ. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ.
റബ്ബേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല. ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുത്ത് മാപ്പാക്കി തരണേ അല്ല. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്ത തെറ്റുണ്ടെങ്കിൽ നീ റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നീ പൊറുത്ത് മാപ്പാക്കി തരണേ അല്ല. റബ്ബേ ഞങ്ങളിൽ പലരും പലവിധ പ്രയാസത്തിലാണ് റഹ്മാനെ. റബ്ബേ പലരും പലവിധ വിഷമങ്ങളും പ്രയാസവുമായിട്ടാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. റഹ്മാനായ റബ്ബേ ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ റമദാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ ശിഫയാക്കി കൊടുക്കണേ അല്ല. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റബ്ബേ. അത് നീ പെട്ടെന്ന് തന്നെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല. റഹ്മാനായ റബ്ബേ മക്കളെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലാത്തതിൻ്റെ പേര് കണ്ണീര് കുടിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് റഹ്മാനെ. അവരെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ അല്ല. റഹ്മാനെ നല്ല സ്വഭാവം കൊടുക്കണേ അല്ല. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ല. റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ല. റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല. ദുനിയാവുന്ന നാളെ ആഖിറത്തുനിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ല. റബ്ബേ ഞങ്ങൾ ചെയ്ത ഇബാദത്തിനെ സ്വീകരിക്കണേ അല്ല. ഇന്ന് ദുനിയാവുന്ന നാളെ ആഖിറത്തുനിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ റഹ്മാനായ റബ്ബേ. റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ ഭർത്താക്കന്മാർ, ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് നീ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരണേ അല്ല. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എല്ലാവരും. കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ. ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങളെ മുന്നിൽ നീ എത്തിച്ചു കൊണ്ട് റഹ്മാനെ. റബ്ബേ മരണം വരെയും സമാധാനവും സന്തോഷത്തോടും കൂടി കടങ്ങളൊക്കെ വീട്ടി റാഹത്തായി നിൽക്കാൻ നീ തൗഫീക്ക് നൽകണേ. വീടുണ്ടാവാൻ കൊതിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ. ദുആ ചെയ്യാൻ പറഞ്ഞവരും ഒരുപാടുണ്ട് റഹ്മാനെ. അവരെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹവും നിനക്കറിയാലോ അല്ലാ. ആവശ്യങ്ങളെല്ലാം നിനക്കറിയാലോ റഹ്മാനെ. അവർ വിചാരിക്കുന്ന രീതിയിൽ അവരെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ സമാധാനവും സന്തോഷവും തരണേ റഹ്മാനെ. മരണം വരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ നാഥ. ദുആ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹ്